ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തെക്കൻ. അപ്പോൾ ഇന്ന് ചായക്ക് കടി ഓട്ടടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പച്ചരിയൊക്കെ തലേ ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങയും ചോറൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഓട്ടട. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഓട്ടട ഉണ്ടാക്കുമ്പോൾ കോഴിമുട്ട വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കുറച്ചും കൂടെ സോഫ്റ്റ് ആകും. കോഴിമുട്ട ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നേരെ കിട്ടിയില്ലെങ്കിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കോഴിമുട്ടയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറച്ച് പച്ചരിയും തേങ്ങയും ചോറും എല്ലാം കൂടി ഇട്ട് ഒന്ന് അരച്ചെടുത്തതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ ഒരു സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ മിസ്സായതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ആ സമയത്ത്. വിറകടുപ്പിലൊക്കെ ചുടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അത് ഗ്യാസിലാണ് കേട്ടോ അവിടെ ഉണ്ടാക്കുന്നത്. ഞാൻ അധികം ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഗ്യാസിൽ ഉണ്ടാക്കാറില്ല. പക്ഷേ ഇനി ഇവിടെ പിന്നെ എന്ത് പറഞ്ഞിട്ടും നിവർത്തിയില്ലല്ലോ, ഗ്യാസ് മാത്രമല്ലേ ഉള്ളൂ, വിറകടുപ്പൊന്നും നമുക്കില്ലല്ലോ. അപ്പോൾ അത് ഞാൻ ഓട്ടട ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുപ്പിൽ ഉണ്ടാക്കുന്നത് പോലെ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഗ്യാസിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ചെറിയൊരു കുറവുകളൊക്കെ ഉണ്ടാവും കേട്ടോ, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തീയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിയും കുറയ്ക്കുകയും വെച്ചിട്ടൊക്കെ വേണം ഉണ്ടാക്കാൻ. ആദ്യം ചട്ടിയൊക്കെ നല്ലോണം ചൂടാകണം. പിന്നെ ഇത് മാവൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഒരു മീഡിയം അളവിൽ തീയിടണം കേട്ടോ. പിന്നെ ഒട്ടും ലോ ആക്കാൻ പാടില്ല. ചട്ടി ഇങ്ങനെ ചൂട് കുറഞ്ഞു പോയാൽ ശരിക്കും അങ്ങോട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് ആദ്യമൊക്കെ ഒരെണ്ണം ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് നല്ലപോലെ ഒന്ന് ഹോൾസൊക്കെ അത് വരാൻ തുടങ്ങിയതിന് ശേഷം മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചെറിയ തീയിലിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. ഒരുപാട് ഇങ്ങോട്ട് വലിയ തീയിലിട്ടാലും അങ്ങനെ നല്ലപോലെ കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ നമ്മുടെ ചട്ടിയും പെട്ടെന്ന് കേടുവരികയൊക്കെ ചെയ്യും. അപ്പോൾ ആദ്യം ഒരെണ്ണമൊക്കെ ഇളക്കിയെടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറേ ആയിട്ട് ഞാൻ ഓട്ടടയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആദ്യത്തെ ഓട്ടടയൊക്കെ നല്ലപോലെ കിട്ടിയിട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നുമില്ല. തലേ ദിവസം കുറച്ച് ഒഴിച്ചേറി ഉണ്ടാക്കിയതൊക്കെ ഉണ്ട്. പിന്നെ തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇവിടെ നൂൽപ്പെട്ട് ഇങ്ങനത്തെ ഓട്ടട ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനും സഹകരണത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഓട്ടടയൊക്കെ ആദ്യത്തെ ഓട്ടടയൊക്കെ നല്ലപോലെ കിട്ടിയിട്ട് അപ്പോൾ അടി അങ്ങോട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല. തീയൊക്കെ ഒരു പാകം ലെവലിലാണ് കേട്ടോ തീയൊക്കെ ഞാൻ ഇട്ട് വെച്ചത്. അപ്പോൾ ഓവർ തീയായി പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് തീയിലങ്ങോട്ട് കത്തിച്ചു പറഞ്ഞാൽ ചട്ടി അങ്ങോട്ട് നല്ലപോലെ ചൂടായിട്ട് കരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ഓട്ടട ചുട്ടെടുക്കുമ്പോഴും ഇങ്ങനെ പൊടികളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഓട്ടട ഉണ്ടാക്കുമ്പോൾ ചട്ടിയിൽ നിന്ന് ഇളകി പോരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ കോഴിമുട്ട ഉടച്ച തൊണ്ടുണ്ടല്ലോ, ആ തൊണ്ട് കൊണ്ടൊന്ന് ചട്ടിയൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി കൊടുത്താൽ മതി കേട്ടോ, ശരിക്കും നല്ലപോലെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ മാവിൽ ഓയിലൊന്നും ഒഴിക്കണില്ലെങ്കിൽ ഒരു കോഴിമുട്ട ഒഴിച്ചൊഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഇതേപോലെ മൈദപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നവരൊക്കെ കണ്ടിട്ട് ഞാൻ അധികം മൈദപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. ഞാനിങ്ങനെ പച്ചരി കൊണ്ട് തന്നെയാണ് കേട്ടോ അധികം ഞാൻ ഉണ്ടാക്കാറുള്ളത്. അതുപോലെ തന്നെ നമുക്കിത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ അതും ഇതേപോലെ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാനും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അടി കരിഞ്ഞ പോലെയും മുരിഞ്ഞ പോലെയുള്ളതൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അവരൊക്കെ കഴിച്ചിട്ട് പോയി. അതിനുശേഷം പിന്നെ മീൻകാരൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഞങ്ങൾക്ക് കിട്ടിയ മീൻ കടൽക്കണ്ണൻ എന്ന പേരുള്ളൊരു മീനാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ മീൻ മേടിക്കുന്നത്. ഇതുവരെ ഞാൻ ഈ മീൻ വാങ്ങിയിട്ടോ കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ മീനൊക്കെ മേടിച്ച് നേരാക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ തൊട്ടടുത്തുള്ള ചേച്ചി പറഞ്ഞത് ഇത് കറി വെച്ചാൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല, പൊരിച്ചാലേ നന്നായിരിക്കുള്ളൂ എന്നാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു കൊഴുപ്പൊക്കെ ഉള്ള മീനാണ് കേട്ടോ. നമ്മൾ ഈ ഡാം മീനൊക്കെ കഴിക്കില്ല, ആ ഒരു രുചി പോലെയാണ് കേട്ടോ എനിക്കൊക്കെ തോന്നിയത്. അപ്പോൾ ഞാൻ പിന്നെ ആ മീൻ കറി വയ്ക്കാനൊന്നും നിന്നില്ല. പിന്നെ ഫുള്ളത് ഞാൻ പൊരിക്കാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ പാകത്തിനുള്ള പൊടികളൊക്കെ തേച്ച് കൊടുത്ത് അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് കറി എന്ന് പറയുമ്പോൾ ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെറും പരിപ്പ് മാത്രം ഇട്ടിട്ട്, പരിപ്പും തക്കാളിയും സബോളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാ. അപ്പോൾ പുളി വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ഒരു മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ മാങ്ങയൊന്നും ഇട്ട് കൊടുക്കണില്ല. ഒരു 2 തുണ്ട് കുടംപുളിൻ്റെ കഷ്ണം കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്, ഒരു നേരിയ പുളിമതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വന്നില്ല കേട്ടോ. ആദ്യത്തെ വിസിൽ വരാറാകുമ്പോഴേക്കും തന്നെ ഓഫ് ചെയ്തു. പെട്ടെന്ന് വേകണ പരിപ്പാണല്ലോ, അതുകൊണ്ട് ആദ്യത്തെ വിസിൽ വരാറാകുമ്പോൾ തന്നെ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ തേങ്ങയൊക്കെ ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ.
അങ്ങനെ അതിൽ പാകത്തിനുള്ളത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി അതെല്ലാം ഇട്ട് ഞാനത് കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറൊക്കെ വെന്തിരുന്നു. അപ്പോൾ ചോറ് കൊട്ടക്കയിൽ കൊണ്ടാണ് കേട്ടോ ഞാൻ വാർത്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 കഷ്ണം കുടംപുളിയാണ് കേട്ടോ ഞാൻ ഈ പരിപ്പിലിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഇന്ന് മുതൽ തോട്ടത്തിൽ പാലെടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തിരക്കിട്ടിട്ട് ഓരോ പണികളൊക്കെ വേഗം ചെയ്യണം. തുണി കഴുകലൊക്കെ നേരത്തെ കഴിഞ്ഞിരുന്നു. അങ്ങനെ അടുക്കള പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തോട്ടത്തിൽ പാലെടുക്കാനൊക്കെ പെട്ടെന്ന് പോകണം കേട്ടോ. നമ്മൾ എന്ത് വിചാരിക്കുന്നോ റബ്ബ് വേറെ ഒന്നായിരിക്കും നടത്തുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തീരുമാനങ്ങൾക്കൊന്നും അവിടെ ഒരു ഇതും ഉണ്ടാവില്ല. പഠിച്ചവനൊന്ന് തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാകും, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. പരീക്ഷണങ്ങളൊക്കെ ഒരുപാട് ഉണ്ട്, പക്ഷെ എന്തായാലും പഠിച്ചവൻ കൈവിടില്ല എന്ന ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഓരോ ദിവസവും അങ്ങനെ പോകുന്നുണ്ട്. എത്ര ബുദ്ധിമുട്ടിയാലും എത്ര ഇടങ്ങേറ് പിടിച്ച ദിവസമാണെങ്കിലും ആ ദിവസവും അങ്ങോട്ട് കഴിഞ്ഞു പോകും കേട്ടോ. എല്ലാ ദിവസവും പോകുന്ന പോലെ തന്നെ അന്നത്തെ ആ ഒരു ദിവസവും അങ്ങോട്ട് കഴിഞ്ഞു പോകും. അൽഹംദുലില്ലാ. അങ്ങനെ ഞങ്ങളുടെ ഉച്ചക്കലത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. മീൻ പൊരിച്ചു, പിന്നെ പരിപ്പ് കൊണ്ടൊരു ഒഴിച്ചുകറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഇവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ ഒരു അടുപ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. നമ്മുടെ ക്വാർട്ടേഴ്സിൽ തന്നെ അടുപ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അത് പാമ്പേഴ്സ്, പിന്നെ ഉണങ്ങിയ പാഡുകൾ, അങ്ങനെ വേസ്റ്റ് സാധനങ്ങളൊക്കെ കത്തിക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ ഇട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നുമല്ല, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കത്തിക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ഒരു അടുപ്പൊക്കെ ഇവിടെ വന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വലിയൊരു പുകക്കുഴലൊക്കെയാണ് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ കത്തിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് ആ പുകയൊക്കെ അങ്ങോട്ട് പോയിക്കോളും. ആർക്കും പുകയൊന്നും ശ്വസിക്കാനൊന്നും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിലിട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് ജസ്റ്റ് ഇതിലിട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരാളാണ് കേട്ടോ അവർ. അപ്പോൾ ഞാൻ അവരെ ഒന്നും പിന്നെ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവിടെയൊക്കെ ഒന്നിങ്ങനെ മറച്ച് വെച്ചതും. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.